ഭാഗ്യവാരം. ചിങ്ങം രാശിക്കാരുടെ ജൂലൈ മാസത്തെ ഫലങ്ങളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും നമുക്ക് ശർമാജിയോട് ചോദിച്ച് മനസ്സിലാക്കാം. മകർ നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഇവയാണ് ചിങ്ങരാശി. സിംഹരാശി എന്നും പറയും. സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത വർഗവർണ്ണ ഭേദമന്യേ ഈ രാശിക്കാർക്ക് പുതു ജോലിക്കും പുതിയ സൗഹാർദ്ദത്തിനും പുതിയ തൊഴിൽ മേഖലകൾ, പുതിയ സാമ്പത്തിക ഉറവിടങ്ങൾ, പുതിയ പുതിയ അധികാരികൾ, പുതിയ ചങ്ങാത്തങ്ങൾ ഇങ്ങനെയായി ബന്ധപ്പെട്ട ഒരു ജൂലൈ മാസമാണ്. അത് കൂടുതലായി ജൂലൈ 7, 8 തീയതികളിൽ മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത ചില വിഷയങ്ങൾ, തൻ്റേതല്ലാത്ത ചില വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത തൻ്റേതല്ലാത്ത ചില കാര്യങ്ങൾ, ചില ജോലികൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ചില ചുമതലകൾ കേൾക്കുകയോ അനുസരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ട് അതിൻ്റേതായ ഫലങ്ങൾ, വിഷമം 7, 8 തീയതികളിൽ ഉണ്ടാവും. ചെയ്യാതിരിക്കാൻ മേല, ചെയ്യാൻ മേല. ചെയ്തായിരുന്നാൽ അനുസരിച്ചില്ല എന്നുള്ള കുഴപ്പം. ചെയ്താൽ ആ കുറ്റം നമ്മുടെ തലയിൽ. പക്ഷേ ക്ഷമയോടെയും സഹനശക്തിയോടെയും ഇരുന്നാൽ 7, 8 തീയതികളിലെ ആ ഒരു സൗഹൃദം, ആ ഒരു ചുമതല, അത് 14, 15 തീയതികളിൽ ഗുണകരമായിട്ട് അവസാനിക്കും. എൻ്റെ വിഷമസ്ഥിതി താങ്കൾ സഹായിച്ചു, നല്ല വാക്ക് പറഞ്ഞു എന്നെ രക്ഷിച്ചു, അല്ലെ എനിക്ക് ധനം തന്നു രക്ഷിച്ചു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നല്ലത് ചെയ്തു, അതുകൊണ്ട് ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്, താങ്കൾക്ക് എന്ത് വേണേലും അല്ല എന്നൊക്കെ എന്ത് വേണമെങ്കിലും ഉപകാരം ചെയ്യാം എന്നുള്ള ഒരു ആശീർവാദം കിട്ടി. അപ്പം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാളെ സഹായിക്കേണ്ട ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു സഹതാപം, അതിനകത്ത് സഹകരിച്ച് രക്ഷപ്പെടുത്തുന്ന, അല്ലെ ഒരു വിഷമസന്ധിയിൽ നിന്ന് ഒരാളെ എടുത്ത് നമ്മൾ ആശുപത്രിയിലെത്തിക്കുന്ന ഒരു സന്ദർഭം പോലെ. അത് എല്ലാവരെയും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാന്നല്ല എൻ്റെ അർത്ഥം. ഒരു വിഷമസന്ധിയിൽ, അതാണ് മധുരിച്ചിട്ട് തുപ്പാനും നില വിശിഷ്ടമായ ആളാണ്. നാളെ ഇയാളെ കൊണ്ട് പ്രയോജനമുണ്ട്. കഴിച്ചിട്ട് ഇറക്കാനും നില, കാരണം അവനൊരു ജോലി ഇട്ടേച്ച് വേണം ഇത് പോകാൻ. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വണ്ടിക്കൂലിയും മുടക്കി അവിടെ പോയി ക്യൂ നിന്ന് ഇയാളിനെ രക്ഷപ്പെടുത്തണം. ആൾ അവശ നിലയിലാണ്. ഇതെല്ലാം നമ്മൾ സഹിക്കണം. എങ്കിലും വേണ്ടില്ല ആ ഒരു 7, 8 തീയതികളിൽ നാം ഏറ്റെടുക്കുന്ന ആ ഒരു കഠിനമായ സാഹസം 14, 15 തീയതികളിലായി നന്മകളായി മുട്ടുകൾ വിടരും. പുതിയ ജോലിക്കോ പുതിയ വരുമാന ഉറവിടത്തിനോ പുതിയ സൗഹാർദ്ദം, കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ, സാമ്പത്തിക മേഖലയിൽ, ഇടപെടുന്ന മേഖലയിൽ, വ്യാപരിക്കുന്ന മേഖലകളിൽ, അത് വിവിധ തുകകളിൽ നിൽക്കുന്നവർക്ക്, രാഷ്ട്രീയം, കല, സാമുദായികം, ട്രേഡ് യൂണിയൻ, ഗവൺമെൻറ് ജോലി, കേന്ദ്രം, അർദ്ധ ഗവൺമെൻറ്, മാനേജ്മെൻറ്റ്, വിദേശ ജോലി, തൊഴിലാളി, മുതലാളി, ബിസിനസ്സുകാരൻ, ഏത് സമസ്ത മേഖലകളിലും ഇരിക്കുന്നവർക്കും ഇതൊരു ആശ്വാസകരമായ മാസമാണ്. വിജയാഹ്ലാദങ്ങൾ ഉണ്ടാവുമെന്നാണ്. ആഹ്ലാദ പ്രകടനം ഇപ്പം മകം, പൂരം, ഉത്രം ആദ്യത്തെ 15 നാഴികപ്പെട്ട ഈ 2.25 നക്ഷത്രക്കാരെ മാത്രം ഒരു കരയെ കടന്ന് ആഹ്ലാദിച്ച് ചാടാനൊന്നും പോകുന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് അവർ സന്തോഷിക്കും. അവർക്ക് ആറാട്ടും കൊടിയേറ്റും കൂടെ വെടിക്കെട്ടും, പള്ളിയോണത്ത്, പഴക്കെഴുന്നള്ളിപ്പ്, വില്ലടിച്ചാൻ പാട്ട് എന്ന് പറഞ്ഞ മനസ്സുകൊണ്ട് അവരൊരു ഉത്സവം ഇതായിട്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കേണ്ടതായ വിജയത്തിൽ എത്തേണ്ട ചെറിയ സമ്മാനങ്ങൾ ഒക്കെ ലഭിക്കേണ്ട അവസരങ്ങൾ. അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്തവർക്ക് ഒരു ജോലി കിട്ടുക, ഉള്ളവർക്ക് നല്ല ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഈ കലാകാരന്മാർക്കൊക്കെയാണ് ഒരു സിനിമയൊക്കെ കിട്ടാതിരിക്കുന്നവർക്ക് ഒരു സിനിമ കിട്ടുക, അതിലേക്ക് ദാരിദ്ര്യം ഇല്ലാത്തൊരു വർക്ക് കിട്ടുക,
അതിൽ പേരും പ്രശസ്തിയൊക്കെ കിട്ടുക, സന്തോഷം കൊണ്ട് വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു, ഡിന്നറൊക്കെ കൂടി വിലാസ നൃത്തങ്ങളിലൊക്കെ സമ്മേളിച്ചു. ഈ ദിവസങ്ങളൊക്കെയാണ് 14, 15, 16 തീയതികളിൽ. 7-8 തീയതികളിലെ ദുരന്തം 14, 15, 16 തീയതികളിൽ സന്തോഷമായിട്ട് അവസാനിക്കുന്ന ഒരു മേഖലയായിട്ട് കാണുന്നു. ആശ്വാസവചനങ്ങൾ, വിവാഹപരമായ കാര്യങ്ങൾ, ഉല്ലാസ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംബന്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ജാതക നിലയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ശനിഗ്രഹം, ചൊവ്വാഗ്രഹം ഇവ നല്ല പൊസിഷനിൽ നിൽക്കുന്നവർക്ക് ഈ അവസരങ്ങൾ കൂടുതൽ ഗുണങ്ങൾ കിട്ടും. ദോഷസ്ഥാനത്താണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഏതാണ്ടൊക്കെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഡേറ്റുകളിൽ നന്മകളൊക്കെ വന്നു വലിയ മഴക്കാലത്ത് ഒരു ചാറ്റമഴ, ഒരു വേനൽ മഴ പോലെ അങ്ങ് മാറും. മഴ എന്ന് പറയുന്നത് നടന്നിരിക്കില്ല. ഇനി ഏതെങ്കിലും ഈ രാശിയെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, എന്തെങ്കിലും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞല്ലോ, അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ജാതക നില നോക്കിയിട്ട് ഈ 2-3 ഗ്രഹങ്ങൾ, അതായത് ശനിഗ്രഹം, ചൊവ്വാഗ്രഹം, ഈ ഗ്രഹങ്ങൾ നല്ല പൊസിഷനിലാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ അവര് എന്താണ് എന്തെങ്കിലും പ്രതിവിധി, അതായത് ഓരോരുത്തരുടെയും ഗ്രഹനില ഓരോ തരത്തിലാണ്. അത് നോക്കിയതിന് ശേഷം മാത്രമേ, അതായത് ഒരുത്തൻ തൻ ജാതകവും മറ്റൊരുത്തൻ തൻ ജാതകവും നാളൊക്കെ തുല്യമാണെങ്കിലും ഒരിക്കലും ഒരിടത്തും തുല്യമായി കാണുന്നില്ല. അതുകൊണ്ട് ഇരട്ട പെറ്റവരുടെ പോലും തലേവര 2 തരത്തിലാണ്. ശരിയല്ലേ? അവർ ഒരുമിച്ച് ജനിക്കുന്നു എങ്കിൽ ഒരുമിച്ച് മരിക്കുന്നില്ലല്ലോ. അതുപോലെ ഒരുമിച്ച് ഒരേ ദിവസം തന്നെ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഗ്രഹനില നോക്കി നമ്മൾ കോമണായിട്ടാണ് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ചിങ്ങരാശിയുടെ മൊത്തം ഫലം പറയുന്നത്. എല്ലാവർക്കും അതിനകത്ത് കോമണായിട്ട് ഒത്തിരിക്കും. അവരവരുടെ സെപ്പറേറ്റ് ആയിട്ട് വരണമെങ്കിൽ അതിനകത്ത് രാജയോഗമുള്ളവർ കാണും. ഈ രാശിപ്പെട്ടവർ ഹംസമഹായോഗമുള്ളവർ കാണും, രുചകമഹായോഗമുള്ളവർ കാണും, ഭദ്രമഹായോഗമുള്ളവർ കാണും, കേസരി യോഗമുള്ളവർ കാണും, മാളവ്യ യോഗമുള്ളവർ കാണും, ദോഷമായ കേമദ്രമദോഷമുള്ളവരും കാണും. എല്ലാം നശിപ്പിക്കുന്ന യോഗം കേമദ്രമം. അതുപോലെ തന്നെ മഹാലക്ഷ്മി യോഗമുള്ളവരുണ്ട്, അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ളവരുണ്ട്. അതായത് വലിയ വലിയ രാജകീയ പ്രൗഢിയിൽ നിൽക്കേണ്ടവരുണ്ട്. എല്ലാവർക്കും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ദോഷഫലങ്ങളും ഗുണഫലങ്ങളും പറഞ്ഞ തീയതികളിൽ ഇതെല്ലാം ടൈപ്പാവും. അവയിൽ ദോഷവിമുക്തി വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കി ആ ഗ്രഹങ്ങൾ ബലാബലം നോക്കിയിട്ട് വേണം പറയാനായിട്ട്. കന്നിരാശിയിലെ ജൂലൈ മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശർമാജിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ശർമാജി, കന്നിരാശി ഉത്രം ഒടുവിൽ 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര ആദ്യത്തെ 30 നാഴികയും ചേരുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് പൊതുവെ 14-ാം തീയതി വരെ സ്ത്രീ പുരുഷ ഭേദമന്യേ വിദ്യാർത്ഥി, ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, സാമൂഹ്യ പ്രവർത്തകർ, രോഗികൾ എല്ലാം ഉൾപ്പെടെ ആബാലവൃദ്ധ ജനങ്ങൾക്കുൾപ്പെടെ പൊതുവെ ഒരല്പം ദോഷകരമായി നിൽക്കുന്ന സമയമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹോപകരണ സംബന്ധമായിട്ടും ഇലക്ട്രോണിക്കൽ, കമ്പ്യൂട്ടർ എന്നീ ലോഹപദാർത്ഥങ്ങൾ ഒക്കെ ആയിട്ടും ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടും ഒക്കെ നാശനഷ്ടങ്ങളും അവയാൽ കഷ്ടനഷ്ടങ്ങളും വാഹന അപകടങ്ങളോ ചില സ്പാർക്കിംഗ് ആൻഡ് ലൈറ്റനിങ്, ഇടിമിന്നൽ, കറണ്ട് എന്നിവയാലൊക്കെ ഉള്ള പ്രശ്നങ്ങളിലോ സ്വന്തം അവനോനോ കുടുംബത്തിനോ സ്വന്തക്കാർക്കോ ബന്ധക്കാർക്കോ മിത്രങ്ങൾക്കോ സൗഹൃദത്തിൽ നിൽക്കുന്നവർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒക്കെയായി കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളുമൊക്കെ, അതല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, അല്ലെങ്കിൽ ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇത്യാദികളോ, അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും വക്കീൽ, പോലീസ്, കോർട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടതോ, അതുമല്ലെങ്കിൽ ഒരല്പം കൂടിയ തോതിലുള്ള തസ്കര ശല്യം, കൊള്ളസംഘം, മുഖംമൂടിയൊക്കെ അണിഞ്ഞ് ഒക്കെ ഉള്ള ഈ രാശിപ്പെട്ട എല്ലാവരുടെയും വീട്ടിൽ കൊള്ളസംഘം വരണമെന്നല്ല,
അങ്ങനെയാണെങ്കിൽ രാശിപ്പെട്ട ഒരു കൊള്ളക്കാരും ഉണ്ടാവുമല്ലോ, അവരുടെ വീട്ടിൽ കൊള്ളക്കാരും വരുമോ, അവർക്ക് വേറെ ഈ പറഞ്ഞ മേഖലകളിൽ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പം ഈ വക മേഖലകളിൽ ദുരന്തമോ ദുരിതമോ കഷ്ടനഷ്ടങ്ങളോ ധനനഷ്ടങ്ങളോ വന്ന് നിൽക്കും. അതിനകത്ത് ജാതിമത വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല, അതുപോലെ തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ല, രാജ്യാന്തര വ്യത്യാസമില്ല. ഇപ്പോൾ അമേരിക്ക താമസിക്കുന്നവർക്കാണെങ്കിലും ചൈനയിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ക്യൂബയിൽ താമസിക്കുന്നവർക്കോ കേരളത്തിൽ താമസിക്കുന്നവർക്കോ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കോ ഒക്കെ ആർക്കൊക്കെ ആണെങ്കിലും ഈ രാശിപ്പെട്ടവർക്ക് ഇത് എൻ്റെ ഏറ്റക്കുറച്ചിൽ വരും എന്നുള്ളതേ ഉള്ളൂ. ഒരു 15, 16, 17 തീയതി മുതൽ വന്നുകൂടും അതിൽ നിന്നുടൻ രക്ഷാ കവാടം തുറക്കപ്പെടും. ആവൽസന്ധികൾ ഓരോന്നോരോന്നായിട്ട് ഒഴിയും. രോഗങ്ങളും അപകടങ്ങളും വന്നതും അതിൻ്റെ ക്ഷീണങ്ങളും, മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യുന്നെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ക്ഷീണാവസ്ഥകളും മാറും. സാമ്പത്തികപരമായ ക്ലേശങ്ങളും മാറി പുതിയ വരുമാന ഉറവിടത്തിൻ്റെ ചില ചിഹ്നം വിളികൾ കണ്ടു തുടങ്ങും. തൊഴിൽ മേഖലയിലെ ദുരന്തങ്ങളും മാറി പുതിയ തൊഴിൽ മേഖലയോ അതിനുള്ള അവസരമോ അതിൻ്റേതായ ചില മണിനാദങ്ങളോ അല്ലെങ്കിൽ തൊഴിലിൽ അല്പം ഭേദപ്പെട്ട നിലയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളോ പുത്തൻ തൊഴിൽ മേഖലകളോ ഒക്കെ വന്നു ചേരുന്ന ദിവസങ്ങളാണ് 15, 16, 17 തീയതി മുതൽ ജൂലൈ മാസം തീരും വരെ. കുടുംബപരമായും പിതൃ മാതുല, അതായത് അച്ഛൻ വഴി അമ്മ വഴി അമ്മാവൻ സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, സ്വന്തജനങ്ങൾ, മിത്രജനങ്ങൾ, സൗഹാർദ്ദം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, തൊഴിൽ മേഖലയിൽ ഇരിക്കുന്നവർ, സർവീസിലിരിക്കുന്നവർ, പ്രമോഷൻ കാത്തിരിക്കുന്നവർ, അതുപോലെ PSC മുതലായ ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നു, അവർക്കൊക്കെ അനുകൂലമായ സന്ദർഭങ്ങൾ ജൂലൈ 15 മുതൽ ക്രമാനുഗതമായി രാവിലെ 6:00 സൂര്യൻ ഉദിക്കുന്നു എന്ന് പറഞ്ഞ പോലെ വെട്ടം കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്. സർവോപരി ദമ്പതികളിൽ ഉണ്ടായ ഭിന്നതകളും ദോഷങ്ങളും മാറും. കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സാമ്പത്തികം, പഴയ പണയെല്ലാം ഉരുപ്പടികളെല്ലാം എടുക്കാനുള്ള അവസരം, സിനിമ മുതലായതൊക്കെ ഗ്രൂപ്പായിട്ട് കാണാനൊക്കെ ഉള്ള ബംഗാരാദി യോഗങ്ങൾ, അതുപോലെ തന്നെ പുതുപുത്തൻ ദമ്പതികളെ സന്ദർശിക്കാനുള്ള യോഗങ്ങൾ, കല്യാണം കഴിഞ്ഞ പുതുപുത്തൻ സന്ദർശകരുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാനും ഗാനാലാപത്തോടും വിലാസ നൃത്തങ്ങളും വിഭവങ്ങളും സമാഹാരങ്ങളുമായിട്ട് കൂടിക്കാണാനുള്ള യോഗങ്ങൾ, പുതിയ പുതിയ വിഭവങ്ങൾ, പുതിയ പുതിയ സമാഹാരങ്ങൾ, പുതുപുത്തൻ ദമ്പതികൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും ഇടപഴകാനും ഉള്ള യോഗങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. 15-ാം തീയതി മുതൽ കാലം ഗുണകരം, അനുകൂലം, പുതു ദേവാലയങ്ങൾ ദർശിക്കാനുള്ള സന്ദർഭങ്ങൾ, നല്ല സന്ദേശങ്ങൾ, മനസ്സിന് സന്തോഷം, ശാന്തി ഇത്യാദികൾ വരുന്ന സമയം, അല്പം പണം മിച്ചം വെക്കാനുള്ള ഭാഗ്യം, ഇങ്ങനെ പോകുന്നു. ജാതകനില, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് സമയം വെച്ച് ശനിഗ്രഹത്തിൻ്റെയും ചൊവ്വാഗ്രഹത്തിൻ്റെയും നിൽപ്പ് ഒന്ന് മനസ്സിലാക്കി ഗുണകരമാണെങ്കിൽ പ്രത്യേകിച്ച് പ്രതിവിധികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവയ്ക്ക് വേണ്ട ശാന്തികർമ്മങ്ങൾ, പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ ജൂലൈ മാസം മുതൽ ആയുരാരോഗ്യക്ഷേമം ഐശ്വര്യത്തിനുള്ള ചില ചിഹ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അടുത്ത മാസം പുതിയ വിശേഷങ്ങളും പ്രവചനങ്ങളുമായി കാണുന്നവരേക്കും നന്ദി. ഭാഗ്യവാൻ